വാങ്ങിച്ചു വെച്ചുകൊണ്ട് എത്ര നേരമായി ഞാൻ കാത്തിരിക്കുകയാണെന്ന്. എന്തിനാ ഇത്രയും മീന്? മീൻ കണ്ടപ്പോ വാങ്ങണമെന്ന് തോന്നി വാങ്ങിച്ചു. എന്നാ നിനക്ക് ഇഷ്ടമാണെങ്കിൽ കറിവെച്ചിത്തിരി എനിക്കെന്താ? എങ്ങനെയാ കൊണ്ടു തരിക? അച്ഛനുണ്ട്. അതിനൊരു വഴിയുണ്ട്. നിന്റെ അച്ഛൻ ഉറങ്ങിയിട്ട് ഞാൻ രാത്രി വരാം. സൂക്ഷിച്ചു വരണേ, അച്ഛൻ കണ്ടാ കൊന്നാലേ. വരണേ. മാളു, നന്നായിരിക്കുന്നു. ഒളിച്ചും പതുങ്ങിയാണേലും നീ വെച്ചു വിളമ്പി തരുന്നത് തിന്നാൻ നല്ല രുചിയാ. അച്ഛൻ ഉറങ്ങിയോ? നല്ല ഉറക്കം. ആകാശം ഇടിഞ്ഞു വീണാ പോലും അടിക്കില്ല. എന്നും ഇങ്ങനെ കഴിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. മുത്തിയുടെ തുള്ളലിന് ഇനി എത്ര ദിവസം കഴിയണം? അതിനു മുമ്പ് കല്യാണം കഴിച്ചാലെന്താ? നമ്മളല്ലേ കല്യാണം കഴിക്കുന്നത്, നിന്റെ അച്ഛനല്ലല്ലോ. വയസ്സാം കാലത്ത് അങ്ങേർക്കറിയാമോ നമ്മുടെ വിഷമത? വേഗം കൊണ്ടിട്ട് എഴുന്നേറ്റേ. ഇതാ കൈ കഴുകാൻ വെള്ളം. അപ്പോ ഗംഭീരമായിരുന്നു പറ ഇത്തവണത്തെ കൊടിയേറ്റ്. എടാ ഗോപാല, നീ എന്തായി പറയണത്? 11 മുന്തിയ വെടിക്കാരോട് 5.5 നാഴിക മത്സരിച്ചതിന് ശേഷമാണ് കിഴക്കടനാശാന് ജയിക്കാൻ കഴിഞ്ഞത്. അവസാനത്തെ ആ ഗരുഡൻ വെടിയുണ്ടല്ലോ, ഇതാ ഇങ്ങനെ. അയ്യോ, അല്ല ഇതെന്താ ചെയ്യാൻ പോണേ? ഒരു ചെപ്പിന് വേണ്ടി ചാടി ചാകാൻ പോണോ? നല്ല അടിവെടുക്ക. എന്റെ പൊന്നു മാളൂട്ടിയല്ലേ, ഞാൻ മറന്നതല്ലെന്നേ. വേണമെങ്കിൽ ഗോപാലിനോട് ചോദിച്ചു നോക്ക്. എനിക്ക് ആരോടും ചോദിക്കണ്ട. ലേശമെങ്കിലും എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ. ശരി, എങ്കിൽ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എവിടെ പോവാ? എവിടെയാന്ന്? പളങ്കി ചെപ്പെടുക്കാൻ. എവിടുന്ന്? പുഴയുടെ അടിയിന്ന്. എങ്ങനെ എടുക്കുക? പുഴയെ ചാടിയിട്ട്. അടി ഒഴുക്കില്ലേ? അതിന് നിനക്കെന്താ? ഒഴുക്കിൽ പോയാലും ഞാനല്ലേ പോവുക? ഞാൻ നിന്റെ ആരാ? നിനക്ക് പളങ്കി ചെപ്പല്ലേ വേണ്ടു? അതെടുത്ത് നിന്റെ കയ്യിൽ തന്നാലല്ലേ നിനക്ക് വിശ്വാസമാകൂ എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന് തെളിയൂ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ? ഞാനും വെറുതെ പറഞ്ഞതല്ലേ. അടുത്ത കൊടിയേറ്റത്തിന് ഞാൻ നിനക്ക് നല്ലൊരു ചെപ്പ് വാങ്ങിക്കൊണ്ടു തരാം. ചിരിച്ചേ, ചിരിച്ചേ. ആരാ മോളെ? ആരും ഇല്ലച്ചാ. എടാ രാജപ്പ, എന്തോ? നീ എന്തിനാടാ ഈ പുറം വഴിയെല്ലാം ചുറ്റിക്കറങ്ങുന്നത്? ഒരു കയറി വാ. മോളെ, രാജപ്പനോട് ചോറുണ്ടാ? എനിക്ക് നല്ല വിശപ്പില്ല. നീ അവിടെ ഇരിയടാ മോനെ. നല്ല 1-ാം തരം കരിമീൻ കറിയുണ്ട്, ഞാൻ പിടിച്ചതാ. മോളെ വേഗം കൊണ്ടുപോവാ. വേഗം കൊണ്ടുവാ. മോളിനി സ്കൂളിൽ പോയിക്കോ. ഞാൻ സാറിന്റെ കൂടെ പോവും. എന്താ പെണ്ണേ, പതിവില്ലാതൊരു മൂളിപ്പാട്ടും പറ്റും. പോ തുളസി കുഞ്ഞ്, മുത്തിയമ്മ സ്നേഹമുള്ളവളാ. അല്ലെങ്കിൽ പിന്നെ എന്റെ കല്യാണത്തിന് മുൻപ് സാറിന് വരാൻ പറ്റുമോ?
മുത്തിയമ്മ കിട്ടുള്ളേ കൊണ്ട് സത്യം പറയിപ്പിച്ചതാ. വരും മോളെ. ആ തുളസി കുഞ്ഞ്, മുത്തിയമ്മയുടെ തുള്ളൽ തുടങ്ങാറായി. ചെണ്ടയുടെ ശബ്ദം കേട്ടോ? മാളുവേ, ചന്തയ്ക്ക് പോവുക. എന്തൊക്കെയാ വേണ്ടത് വെച്ചൊരു തുണ്ട് പിടിച്ചിതാ. എനിക്കൊന്നും വേണ്ട, ഒന്ന് വേഗം വന്നാ മതി. എങ്ങനെയാ വേഗം വരിക? സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? വാങ്ങിയാലുടൻ ഞാൻ ഓടി വരില്ലേ എന്റെ മാളുക്കുട്ടിയുടെ അടുത്തേക്ക്? പറ, മാളുക്കുട്ടിക്ക് എന്താ വേണ്ടേ? പറയട്ടെ. ആ, പളുങ്ക് വെച്ച് സിന്ദൂര ചെപ്പ്. അതിന്ന് ഞാൻ എങ്ങനെയായാലും വാങ്ങിക്കൊണ്ടുവരും. വാ പോവാം. ആ, ഞാൻ പുഴയിൽ പോട്ടെ, ഇതൊക്കെ കഴുകണം. ആ എന്റെ സുന്ദരി കുട്ടിക്ക് ഞാനിന്ന് സിന്ദൂരം തൊട്ട് വരാം. രാജപ്പേട്ട കൊണ്ടുവരും. സാറിന് സ്ഥലം മാറ്റമാണ്. എങ്ങോട്ടാ സാർ? സാറിന്റെ നാട്ടിലേക്ക് തന്നെ, മുണ്ടക്കയത്ത്. വളരെ സന്തോഷം സാർ. ഇനി ഗോപി സാർ അറിയാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ DEOയെ കണ്ടിരുന്നു. സ്ഥലം മാറ്റം സാറിന്റെ നാട്ടിലേക്ക് തന്നെ ആയിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. എന്താണെന്നോ കാരണം? ഇത്രയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് സാറിന് ഇവിടെ തുടരാം. പക്ഷേ സാർ ശിക്ഷിക്കപ്പെടാനോ പിന്മാറാനോ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം താങ്കളെപ്പോലുള്ള അധ്യാപകർ ഈ സ്ഥാപനത്തിന് ആവശ്യമാണ്. എല്ലാവരും മുഖംമൂടി അണിഞ്ഞ് മാന്യന്മാരാകുന്നവരാണ്. അധ്യാപകരിലും ചുണയും ചുറുചുറുക്കും ഉള്ളവരുണ്ടെന്ന് സാർ തെളിയിച്ചു. എന്റെ അഭിനന്ദനങ്ങൾ. ഞാൻ ഇറങ്ങട്ടെ സാർ. അങ്ങനെ രാജപ്പ, എനിക്ക് സ്ഥലം മാറ്റമാണ്. എന്റെ സ്ഥലത്തേക്ക് തുളസിയും ബിന്ദുവിനെയും ഞാൻ കൊണ്ടുപോകും, എന്റെ ഭാര്യയും മകളുമായിട്ട്. രാജപ്പനെ ഈ നിലയിലാക്കിയിട്ട് പോകാൻ എനിക്ക് സങ്കടമുണ്ട്. എനിക്കൊരു സങ്കടവുമില്ല സാർ. എന്റെ മാളുവിനെ കൊന്നവനെ ഞാൻ കൊന്നു. അതൊരു നേട്ടമല്ലേ സാർ? തീർച്ചയായും. കഴുകുമരത്തിൽ കയറാൻ ഞാൻ തയ്യാറാണ് സാർ. അങ്ങനെ തീർത്തു പറയണ്ട. രാജപ്പന് വേണ്ടി വാദിക്കാൻ ഏറ്റവും സമർത്ഥനായ ഒരു ക്രിമിനൽ വക്കീലിനെ ഞാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. രൂപയും കൊടുത്തു. ഇനി എത്ര വേണമെങ്കിലും കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു വേള രാജപ്പൻ ശിക്ഷിക്കപ്പെട്ടില്ലെന്ന് വരാം. എന്നെ ശിക്ഷിക്കട്ടെ സാർ, എന്നെ തൂക്കിക്കൊല്ലട്ടെ. എനിക്കാകെ ഉണ്ടായിരുന്ന എന്റെ മാളു പോയി. ഞാനിനി ആർക്കു വേണ്ടി ജീവിക്കണം സാർ? ബന്ധങ്ങൾ ജനിക്കുകയും തകരുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. മറക്കുക എന്ന് പറയുന്നത് ക്രൂരമാണ്. എങ്കിലും മറക്കാൻ ശ്രമിക്കുക. രാജപ്പനെ കാണാൻ ഞാൻ ഇനിയും വരും. ദേവന് വേണ്ടതൊക്കെ ചെയ്യാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വരട്ടെ. ഇത് ഇയാൾ? എന്റെ അനുജൻ രവി. ഇയാളാണ്? എനിക്കറിയാം. തുളസി എന്ന് ആ ഫോട്ടോ എന്നെ കാണിച്ചില്ലേ, അപ്പോഴേ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് തുളസിയെ കൂടുതൽ നിർബന്ധിച്ച് ഞാൻ എന്നെ ഭാര്യയാക്കിയത്. രവി, ഇത് എന്റെ ഭാര്യ തുളസി, ഇത് എന്റെ മകൾ ബിന്ദു. തുളസി, കഴിഞ്ഞതെല്ലാം മറന്നേക്കൂ. എന്റെ ഭാര്യയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ വലതുകാൽ വെച്ച് അകത്തേക്ക് നടക്കുമോളെ.